ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. നമുക്കിന്ന് ഹിസ്റ്ററിയുടെ കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ PYQ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നമുക്ക് ക്വസ്റ്റിന്റെ പാറ്റേൺ എങ്ങനെയാണ്, ഏത് ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുക, എങ്ങനെയാണ് ആ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ, ഓൾ ഓവർ ഐഡിയ കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ ഹിസ്റ്ററിയിലെ PYQ ആണ്. അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വേൾഡ് ഹിസ്റ്ററി പഠിക്കണം, ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കണം, അതുകൂടാതെ തന്നെ കേരള ഹിസ്റ്ററി പഠിക്കണം. ഇനി നമ്മളിവിടെ പഠിക്കുമ്പോൾ എല്ലാവർക്കും ഹിസ്റ്ററിയിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ടാവും. ഹിസ്റ്ററിയിൽ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത് ഓരോന്നിന്റെയും സംഭവങ്ങളുടെ ഇയേഴ്സ് പഠിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കാലഗണനാ ക്രമത്തിൽ എഴുതുക എന്നുള്ളത് അല്ലെങ്കിൽ ക്രമം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ നോക്കിക്കൂടാ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാ ക്രമം ഏത് എന്നാണ് ചോദിക്കുന്നത്. വൈക്കം സത്യാഗ്രഹ, ചാന്നാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം. അപ്പൊ ഇതിൽ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 2 വരുന്നത്. ആദ്യം വരുന്നതാണ് ചാന്നാർ ലഹള. ചാന്നാർ ലഹള നടക്കുന്നത് 1859 അല്ലെ, 1859 ആണ്. അപ്പോൾ ഇവിടെ ചാന്നാർ ലഹള എന്ന് പറയുമ്പോൾ നമുക്ക് മേൽമുണ്ട് സമരം എന്നൊക്കെ പറയും അല്ലെ, മേൽമുണ്ട് സമരം. ഇനി നെക്സ്റ്റ് വരുന്നത് മലബാർ കലാപമാണ്, 1921. ഇത് എന്താണ് മലബാർ കലാപം ഉണ്ടാകാനുള്ള റീസൺ? ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് റിലേറ്റ് ചെയ്ത് കേരളത്തിൽ നടന്ന കലാപമാണ് ഏത്? മലബാർ കലാപം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് വൈക്കം സത്യാഗ്രഹം, 1924-25 അല്ലെ, 1924-25. നമ്മുടെ അൺടച്ചബിലിറ്റിക്ക് എതിരെ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയൊരു സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ക്ഷേത്രപ്രവേശന വിളംബരം, 1836 ആണ് ക്ഷേത്രപ്രവേശന വിളംബരം ഉള്ള ഡേറ്റ് അല്ലെങ്കിൽ വിളംബരം നടന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് അല്ലെ. ആ ഒരു പേര് ഓർത്തു വെക്കണം, ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അപ്പൊ ഇതിന്റെ ഓരോ സംഭവങ്ങളും, ഇപ്പൊ വൈക്കം സത്യാഗ്രഹം അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. കേരള ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ ഏറ്റവും റിലേറ്റ് ചെയ്ത് ചോദിച്ചേക്കുന്ന ഒത്തിരി സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഓരോ സംഭവങ്ങളും ഇയർ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസുകൾ വൈക്കം സത്യാഗ്രഹവുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചേക്കുന്നതാണ്. അതുപോലെ തന്നെ ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം, ഇതൊക്കെ PSCക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക്സുകളൊക്കെ തന്നെയാണ്. ഇതിൽ നിന്നും ഒത്തിരി ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചു കണ്ടേക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് ഇതേ മോഡൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോളാം: കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ അറിയാം, ഇയർ അറിയുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഇത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ആദ്യം വരുന്നത് ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ് അല്ലെ, ആറ്റിങ്ങൽ കലാപമാണ്. ദെൻ വരുന്നത് ഏതാണ്? കുളച്ചൽ യുദ്ധമാണ് രണ്ടാമതായിട്ട് വരുന്നത്. പിന്നെ വരുന്നത് ഏതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി അല്ലെ, ശ്രീരംഗപട്ടണം ഉടമ്പടി. ഇനി നെക്സ്റ്റ് വരുന്നതാണ് കുണ്ടറ വിളംബരമാണ് നാലാമതായിട്ട് വരുന്നത്. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും ഡേറ്റ് കറക്റ്റ് ആയിട്ട് ഇവിടെ ഓർത്ത് വെക്കണം. ഇനി ആറ്റിങ്ങൽ കലാപം, അതിന്റെ ഡേറ്റ് ഏതാണ്? 1721 അല്ലെ, 1721. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് അല്ലെ, സംഘടിത കലാപം. ഇനി ദെൻ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? കുളച്ചൽ യുദ്ധം. അതിന്റെ ഡേറ്റ് എന്താണ്? 1741 ആണ് അല്ലെ, 1741. ഇത് തിരുവിതാംകൂർ രാജാവും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നടന്ന യുദ്ധമാണ് അല്ലെ. ഇനി നെക്സ്റ്റ് വരുന്നത് ശ്രീരംഗപട്ടണം ഉടമ്പടി. ഇതിന്റെ ഇയർ വരുന്നത് 1792 ആണ്, 1792. ഇത് മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധവുമായി റിലേറ്റ് ചെയ്തിട്ട് ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ ടിപ്പു സുൽത്താൻ തമ്മിൽ നടന്ന ഒരു ട്രീറ്റിയാണ് ശ്രീരംഗപട്ടണം ട്രീറ്റി, ശ്രീരംഗപട്ടണം സന്ധി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് കുണ്ടറ വിളംബരം, 1809 ആണ് കുണ്ടറ വിളംബരത്തിന്റെ ഡേറ്റ്. അപ്പൊ ഓരോന്നിന്റെ ഡേറ്റ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചാൽ മാത്രമാണ് നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളുക: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബർ ലണ്ടനിൽ വെച്ച് നടന്നു. അപ്പൊ ഇതില് നമ്മൾ എന്താണ് ശരിയായ കണ്ടെത്തുക അല്ലെ, ശരിയായവ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളത് എന്താണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ പ്രധാന മുദ്രാവാക്യം തന്നെയാണ് അല്ലെ. അപ്പൊ ഇത് ഇവിടെ എന്താണ്? ആൻസർ ശരിയാണ്. ഇനി ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 അല്ല അല്ലെ. അപ്പൊ ഇവിടെ തെറ്റാണ്, ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ്. 1990 എന്താ ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് അല്ലെ. ഇനി 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. അതുപോലെ രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബർ ലണ്ടനിൽ വെച്ച് നടന്നു. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ്? ഇവിടെ
ശരിയാണ് അല്ലെ. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് ഏതാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് 3, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് 4 അല്ലെ. ഇത് മൂന്നുമാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഗാന്ധിജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വിറ്റ് ഇന്ത്യ സമരം, നിസ്സഹകരണ പ്രസ്ഥാനം, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, ഇതിൽ നിന്നൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നതാണ്. അതുപോലെ തന്നെ വട്ടമേശ സമ്മേളനം 1930 തൊട്ട് 32 വരെ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങൾ അല്ലെ, ഇതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗും ഇതിനെയും റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചു കണ്ടേക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഓർത്ത് വെക്കുക. മൂന്നും എന്താണ് ഇവിടെ കറക്റ്റ് ആണ്. 3 സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരള റിനൈസൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കേരള റിനൈസൻസ് എന്ന് പറയുന്നത് PSCയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ അവിടെ നമ്മൾ ഒത്തിരി റിനൈസൻസ് ലീഡേഴ്സിനെ പഠിക്കാനുണ്ട്. അപ്പൊ അവിടെ നമ്മൾ പഠിക്കേണ്ടത് ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമി, വൈകുണ്ഠസ്വാമി തുടങ്ങിയ ഒത്തിരി അധികം റിനൈസൻസ് ലീഡേഴ്സ്, അതുപോലെ തന്നെ വിമൺ ലീഡേഴ്സ് അടക്കം നമ്മളിവിടെ പഠിക്കണം. അപ്പോൾ ഇവിടെ പഠിക്കുമ്പോൾ ഓരോ പ്രസ്ഥാനങ്ങള്, അതായത് ഇപ്പൊ ശ്രീനാരായണ ഗുരു ആയാലും അയ്യങ്കാളി ആയാലും അവരുടെ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെ, വൈകുണ്ഠസ്വാമി അവരുടെ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെ, ഇനി അവരുടെ ആ ഒരു ഐഡിയോളജി എന്തൊക്കെയാണ് എന്നതടക്കം നമ്മൾ അവിടെ പഠിച്ചു വെക്കണം. അപ്പോൾ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് ഏതാണ്? 2ഉം 4ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് അല്ലെ. 2 ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ, 4 ഏതാണ്? യോഗക്ഷേമ സഭ VD ഭട്ടതിരിപ്പാട്. അപ്പൊ ഇവിടെ തെറ്റ് എന്ന് പറയുമ്പോൾ സമത്വ സമാജം അയ്യങ്കാളിയാണോ? അല്ല. ആരാണ്? വൈകുണ്ഠസ്വാമിയാണ് അല്ലെ. വൈകുണ്ഠസ്വാമിയാണ്. ഇനി അതുപോലെ തന്നെ സഹോദര പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ആരാണ്? ശ്രീനാരായണ ഗുരു ആണോ? അല്ല. സഹോദരൻ അയ്യപ്പനാണ് അല്ലെ. സഹോദരൻ അയ്യപ്പനാണ്. അപ്പൊ ഓരോ പ്രസ്ഥാനങ്ങളും പഠിച്ചു വെക്കണം. അതുകൂടാതെ തന്നെ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് ഓരോ ആളുകളുടെയും കൃതികൾ. ഇപ്പൊ ശ്രീനാരായണ ഗുരു ആണെങ്കിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികള്, അതുപോലെ തന്നെ വാഗ്ബടാനന്ദന്റെ കൃതികള്, ഇതൊക്കെ, അതുപോലെ തന്നെ വൈകുണ്ഠസ്വാമിയുടെ ആണെങ്കിൽ വൈകുണ്ഠസ്വാമിയുടെ കൃതികള്, ഇതെല്ലാം ഇതുപോലെ മാച്ച് ദ ഫോളോവിങ് ആയിട്ട് ചോദിച്ചു കണ്ടേക്കുന്നതാണ്. അപ്പോൾ ആ ഏരിയാസുകൾ നന്നായിട്ട് അവിടെ പഠിച്ചു പോകേണ്ടതുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യാസമാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരുടെ സഹകരിക്കാതിരിക്കുക മാത്രമല്ല അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. ഇതിലെ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, നിയമലംഘന പ്രസ്ഥാനം എന്താണ്? സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് അല്ലെ. സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമങ്ങൾ ലംഘിക്കുക എന്നുള്ളതാണ് അല്ലെ. നിസ്സഹകരണ പ്രസ്ഥാനം എന്താണ്? നിസ്സഹകരിക്കുക, അതായത് സഹകരിക്കാതിരിക്കുക, അതാണ് നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ. നിയമലംഘനം സിവിൽ ഡിസൊബീഡിയൻ, അതായത് ഉപ്പ് നിയമം ലംഘിച്ചിട്ടാണ് സിവിൽ ഡിസൊബീഡിയൻ തുടങ്ങുന്നത് തന്നെ അല്ലെ. അതായത് നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജി ആരംഭിക്കുന്നത് തന്നെ. അപ്പൊ അതെന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അവിടെ ശരിയാണ്. ഇനി നെക്സ്റ്റ് നോക്കിക്കൊള്ളാം. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല ചെയ്തത്, അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സാൾട്ട് സത്യാഗ്രഹ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? 2ഉം ശരിയാണ്. 2 സ്റ്റേറ്റ്മെന്റും ഇവിടെ ശരിയാണ്. അപ്പോൾ ഇവിടെ പഠിക്കുമ്പോൾ PSCയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് ഗാന്ധിജി നടത്തിയ 3 മാസമായിട്ടുള്ള മൂവ്മെന്റ് ആണ്. 1 സിവിൽ ഡിസൊബീഡിയൻ, 2 നിസ്സഹകരണ പ്രസ്ഥാനം, അതുകൂടാതെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഇതിനെയും 3നെയും റിലേറ്റ് ചെയ്ത് ഒത്തിരി ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചേക്കുന്നതാണ്. നിസ്സഹകരണ പ്രസ്ഥാനം, ഇതിന്റെ വർഷം അടക്കം പഠിക്കണം. നിസ്സഹകരണ പ്രസ്ഥാനം, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അല്ലെ. 1920 നിസ്സഹകരണ പ്രസ്ഥാനം വരുന്നത്. അതുപോലെ തന്നെ സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ്, നിയമലംഘന പ്രസ്ഥാനം 1930 അല്ലെ. ഇനി അതുകൂടാതെ നെക്സ്റ്റ് വരുന്നതാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. അത് 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വരുന്നത്. അപ്പോൾ 3 മാസമായിട്ടുള്ള മൂവ്മെന്റ്സുകളാണ് നിസ്സഹകരണം, നിയമലംഘനം, ക്വിറ്റ് ഇന്ത്യ. ഇതിനെ 3നെയും റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസുകൾ നിരവധി PSCയിൽ സ്ഥിരമായിട്ട് ചോദിച്ചു കണ്ടേക്കുന്നതാണ്. ഇനി അതുകൂടാതെ ഗാന്ധിജി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് വരുന്ന, അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിലേക്ക് എൻ്ററായി ഇവിടെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് വരുന്ന സമയത്ത് 3 പ്രധാനപ്പെട്ട സത്യാഗ്രഹങ്ങൾ നടത്തിയിട്ടുണ്ട്. അതാണ് ഒന്ന് ചമ്പാരൻ സത്യാഗ്രഹം അല്ലെ. ചമ്പാരൻ, അതുപോലെ തന്നെ അഹമ്മദാബാദ് ഖേദ സത്യാഗ്രഹം. ഇതിനെയും റിലേറ്റ് ചെയ്തും ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചു കണ്ടേക്കുന്നതാണ്. ചമ്പാരൻ സത്യാഗ്രഹം 1970 അഹമ്മദാബാദും ഖേദയും 1980 വരുന്നത്. അതുപോലെ തന്നെ അഹമ്മദാബാദ് എന്ന് പറയുമ്പോൾ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, ആദ്യത്തെ നിരാഹാര സമരമാണ്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരമാണ്. ഇതിനെയും റിലേറ്റ് ചെയ്തിട്ട് അവിടെ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കും.
ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത് എന്നാണ് ചോദിക്കുന്നത്. ഏത് സമ്മേളനത്തിലാണ്? അമരാവതി സമ്മേളനത്തിലാണ് അല്ലെ. അപ്പൊ അതിന്റെ വർഷവും കൂടി ഇവിടെ ഓർത്ത് വെക്കണം. 1897 വർഷം വരുന്നത്. അമരാവതി സമ്മേളനത്തിന്റെ വർഷം 1897. അതുകൂടാതെ ഗാന്ധിജിയും അധ്യക്ഷത വഹിച്ച സമ്മേളനമുണ്ട്, ബെൽഗാം സമ്മേളനം അല്ലെ. കർണാടകയിലെ വെച്ച് നടന്ന ബെൽഗാം സമ്മേളനം, അതും ഗാന്ധിജി അധ്യക്ഷനായിട്ടുള്ള ഒരേ ഒരു സമ്മേളനമാണ്. അതും അവിടെ ഓർത്ത് വെക്കണം. അപ്പൊ ഇവിടെ പഠിക്കുമ്പോൾ INC എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PSCയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. INCയിൽ ചോദിക്കുക മിക്കവാറും പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ, അധ്യക്ഷത വഹിച്ചത് ആര്, അതുപോലെ തന്നെ സമ്മേളനം ഏത് വർഷം, എവിടെയാണ്, ഏത് സ്ഥലത്താണ് എന്നുള്ളതടക്കം അവിടെ ചോദിക്കും. ഇവിടെ മാച്ച് ദ ഫോളോവിങ് അടക്കം ചോദിച്ചു കണ്ടേക്കുന്നതാണ്. അതുകൂടാതെ അവിടെ INC സമ്മേളനവുമായി റിലേറ്റ് ചെയ്തിട്ട് ഓരോ INC സമ്മേളനത്തിനും ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. അതായത് ഇപ്പൊ നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചു, നിയമലംഘന പ്രമേയം അവതരിപ്പിച്ചു, അതുപോലെ കിറ്റ് ഇന്ത്യ, അതുപോലെ തന്നെ വന്ദേ മാതരം ഗാനം ആലപിച്ചു. ഇങ്ങനെ ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള INC സമ്മേളനങ്ങൾ, വർഷം, അതുപോലെ തന്നെ സ്ഥലം അടക്കം, ആരാണ് പ്രസിഡന്റ് ആയിട്ട് വരുന്നത് എന്നടക്കം ഇവിടെ പഠിച്ചു വെച്ചാലാണ് INC എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഏരിയ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് PSCയിൽ ഇതുവരെ ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയർ ഹിസ്റ്ററിയിലെ ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ നമ്മളിവിടെ ഡ്രൈവറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ് നമുക്കറിയാം അല്ലേ, ഹിസ്റ്ററി. ഡ്രൈവറിന് മാത്രമല്ല മറ്റ് എല്ലാ PSC എക്സാംസിനും ഹിസ്റ്ററി എന്ന് പറഞ്ഞുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ നമ്മളിവിടെ ഡ്രൈവറിൻ്റെ ഒരു 60 ഡേയ്സിൻ്റെ ക്രാഷ് ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ. അപ്പോൾ ഇവിടെ നമുക്ക് ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകൾ വരുന്നുണ്ട്. അതുകൂടാതെ PDF നോട്ട്സുകൾ, നമുക്ക് ഒരു പേഴ്സണൽ മെൻറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മളൊരു ഗ്രൂപ്പ് ബേസിലാണ് നമ്മളിവിടെ പഠിച്ചു പോകുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ 60 ഡേയ്സ് ആണെങ്കിൽ ഈ 60 ഡേയ്സിൻ്റെയും ടൈം ടേബിൾ, ഇപ്പോൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ, വീക്കിലി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങൾക്ക് എക്സാംസുകൾ, 100 മാർക്കിൻ്റെ എക്സാംസുകൾ അടക്കമാണ് നിങ്ങൾക്ക് ഈ 60 ഡേയ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളും അതുകൂടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസുകളും അടക്കമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ വൈകാതെ ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്യേണ്ട കോൺടാക്ട് നമ്പർ ഇതാണ് 8590202323. അപ്പോൾ വൈകിക്കേണ്ട, നമുക്ക് എന്താണ് ആദ്യ റാങ്കുകളിലേക്ക് എത്താനായിട്ടുള്ള ഒരു അവസാന ശ്രമമാണ്. അപ്പോൾ 60 ഡേയ്സിൻ്റെ ക്രാഷ് ബാച്ചാണ് വരുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യുക. അതുകൂടാതെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ വരുന്നത് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ആ ഒരു ടൈമിൽ തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ആ ഒരു രാത്രി ടൈമുകളിലേക്ക് തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ മടിക്കരുത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ റിലേറ്റ് ചെയ്താണ്. ചമ്പാരൻ സത്യാഗ്രഹം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം, ചാന്നാർ ലഹള. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അല്ലെ, ഏതാണ് 1, 2, 3 ഇവിടെ ശരിയായിട്ട് വരുന്നത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ക്വിറ്റ് ഇന്ത്യ സമരമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ചമ്പാരൻ സത്യാഗ്രഹം എന്താണ്? ഗാന്ധിജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അതുകൂടാതെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ചാന്നാർ ലഹള ഏതാണ്? ഗാന്ധിജിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നില്ല. ഇനി അപ്പോൾ നമ്മളിവിടെ പഠിക്കുമ്പോൾ INC എന്ന് പറയുന്ന ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച പോലെ തന്നെ ഗാന്ധിജിയുടെ ആ ഒരു പ്രവർത്തനങ്ങൾ, ഇന്ത്യയിലുള്ള പ്രവർത്തനങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അതിൽ നിന്നും 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് ചോദിച്ചു കണ്ടേക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോള. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ശരിയായവ ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മോത്തിലാൽ നെഹ്റു, CR ദാസ്, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധർ തിലക്, രവീന്ദ്രനാഥ ടാഗോർ, സുഭാഷ് ചന്ദ്രബോസ്. ഏതായിരിക്കാം? നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ഖിലാഫത്ത് മൂവ്മെന്റ് അല്ലെ. ഖിലാഫത്ത് മൂവ്മെന്റുമായി റിലേറ്റ് ചെയ്തിട്ട് മുഹമ്മദ് അലി, ഷൗക്കത്ത് അലിയാണ് അതിന്റെ നേതാക്കളായിട്ട് വരുന്നത് അല്ലെ, സ്ഥാപക നേതാക്കളായിട്ട് വരുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനം എന്താണെന്ന് കൂടി അവിടെ പഠിച്ചു വെക്കണം. ഇനി ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്കറിയാം ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാനായിട്ട് കാരണമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഈ ഖിലാഫത്ത് മൂവ്മെന്റ്. അതുപോലെ തന്നെ റൗലറ്റ് നിയമം, അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ്, ഇതൊക്കെ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങാനായിട്ട് കാരണമായിട്ടുള്ള ഒരു സംഭവങ്ങളാണ്. അപ്പൊ ഈ ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തുർക്കിയിലെ നേതാവ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആധ്യാത്മിക നേതാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഖലീഫയാണ് അല്ലെ. അപ്പൊ ബ്രിട്ടീഷുകാര് തുർക്കി കീഴടക്കുകയും ഖലീഫയെ പുറത്താക്കുകയും ചെയ്തു. അപ്പോൾ അതിനെതിരായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ആത്മീയമായിട്ടുള്ള നേതാവ് ഖലീഫ, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ആരംഭിച്ച മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ്
ഖിലാഫത്ത് പ്രസ്ഥാനം. അപ്പോൾ ഗാന്ധിജി ഇതിനെ കണ്ടത് ഹിന്ദു മുസ്ലിങ്ങളുടെ ഐക്യം, മുസ്ലിം വിഭാഗങ്ങളുടെ ഐക്യമായിട്ടാണ് ഈ ഖിലാഫത്ത് മൂവ്മെന്റിനെ ഗാന്ധിജി കാണുന്നത്. ഇതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഗാന്ധിജി ആദ്യമായിട്ട് 1920 1920 കേരളം സന്ദർശിക്കുന്നത്. ഷൗക്കത്ത് അലിയോടൊപ്പമാണ് കേരളം സന്ദർശിക്കുന്നത്. ഖിലാഫത്ത് മൂവ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഗാന്ധിജി കേരളം സന്ദർശിക്കുന്നത്. ഇനി നമുക്കറിയാം കേരളത്തിൽ ഖിലാഫത്ത് മൂവ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് വയലന്റ് ആവുകയും അതിനെ ബേസ് ചെയ്തിട്ടാണ് മലബാർ കലാപം ഉണ്ടാവുന്നത് അല്ലെ. കേരളത്തില് മലബാർ കലാപം ഇതിനെ റിലേറ്റ് ചെയ്തിട്ടൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടേക്കുന്നതാണ് കേട്ടോ. മലബാർ കലാപം, അതുപോലെ തന്നെ വാഗൻ ട്രാജഡി, ഇതിനെ റിലേറ്റ് ചെയ്താണ് വരുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് നോക്കിക്കോളുക. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനും കെ കേളപ്പൻ സെക്രട്ടറിയുമായിട്ട് ഒരു സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചു. ഗാന്ധിജിയുടെ അനുവാദത്തോടെ കെ കേളപ്പൻ 1932 സെപ്റ്റംബർ 22 ക്ഷേത്രനടയിൽ ഉപവാസം ആരംഭിച്ചു. അതുകൂടാതെ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1932 ഒക്ടോബർ 2 കെ കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചു. പയ്യന്നൂർ നിന്ന് ഗുരുവായൂരിലേക്ക് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഒരു കാൽനട പ്രചരണ യാത്ര പുറപ്പെട്ടു. അപ്പൊ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്? 1, 2, 3 ഇവിടെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1, 2, 3 അല്ലെ. 1, 2, 3 നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ് അല്ലെ. അപ്പൊ അവിടെ 1 എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കണം, ഇത് പഠിക്കാനായിട്ട് ഇത് കൂടി ഈ സ്റ്റേറ്റ്മെന്റിലൂടെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അല്ലെ. അപ്പൊ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓർത്ത് വെക്കുക. മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനാണ്, കെ കേളപ്പൻ ആരാണ്? സെക്രട്ടറി ആണ്. ഇനി ഗാന്ധിജിയുടെ അനുവാദത്തോടു കൂടിയാണ് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ 10 ദിവസം നീണ്ടുനിന്ന സത്യാഗ്രഹം ആരംഭിക്കുന്നത് അല്ലെ. അപ്പോൾ അതിന്റെ വർഷം ഓർക്കണം. 1932 സെപ്റ്റംബർ 22 ക്ഷേത്രനടയിലാണ് ഉപവാസം ആരംഭിച്ചത്. അതിനുശേഷം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം തന്നെ എന്താണ് 1932 ഒക്ടോബർ 2 കെ കേളപ്പൻ എന്ത് ചെയ്യാണ്? സത്യാഗ്രഹം അവസാനിപ്പിച്ചു, ഉപവാസം അവസാനിപ്പിച്ചു. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ്, ഓർത്തു വയ്ക്കുക. കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഒരു കാൽനട ജാഥ അവിടെ നടന്നിട്ടില്ല. അപ്പൊ ആ ഒരു പോയിന്റ് ഇവിടെ തെറ്റാണ്, നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കണം. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റും ഇവിടെ പഠിച്ചു വെക്കണം. ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പോയിന്റ്സുകളാണ്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളുക. ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരുമാണ് ചോദിക്കുന്നത്. അപ്പൊ നോക്കിക്കോളാം. മിറാത്തുൽ അക്ബർ, കേസരി, മറാത്ത, കോമൺവെൽത്ത്, യങ് ഇന്ത്യ. അപ്പൊ ഇതില് ഇപ്പോഴത്തെ സൈഡിൽ കുറെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് അല്ലെ. ബാലഗംഗാധര തിലക്, മിസസ് ആനി ബെസന്റ്, മഹാത്മാഗാന്ധി, രാജാറാം മോഹൻ റോയ്, ഇവർ പ്രധാനപ്പെട്ട പത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. അപ്പൊ അതില് 1 എന്ന് പറയുമ്പോൾ മിറാത്തുൽ അക്ബർ ആരാണ്? രാജാറാം മോഹൻ റോയ് അല്ലെ. രാജാറാം മോഹൻ റോയ്. അതുപോലെ തന്നെ കേസരി മറാത്ത, കേസരി മറാത്ത ആരാണ്? ബാലഗംഗാധര തിലക്, ബാലഗംഗാധര തിലക്. ഇനി കോമൺവെൽത്ത് എന്ന് പറയുമ്പോൾ ആരാണ്? മിസ്സിസ് ആനി ബെസന്റ് അല്ലെ. യങ് ഇന്ത്യ, യങ് ഇന്ത്യ ആരാണ്? മഹാത്മാഗാന്ധി. യങ് ഇന്ത്യ നമുക്ക് ഫെമിലിയർ ആണ് അല്ലെ. യങ് ഇന്ത്യ. അപ്പോൾ ഇതും കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കണം. ഓരോ ദേശീയ നേതാക്കൾ ആരംഭിച്ച പത്രങ്ങള്, അവരുടെ കൃതികൾ ഏതെല്ലാം, ഇതെല്ലാം അവിടെ ഓർത്തു വെക്കേണ്ടതുണ്ട്. കാരണം മിക്കവാറും തന്നെ ചോദിക്കുക ഇതുപോലുള്ള മാച്ച് ദ ഫോളോവിംഗ് അല്ലെങ്കിൽ കാലഗണന അനുസരിച്ച് തിരിക്കുക എന്നുള്ള ആ ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കാം അവിടെ ചോദിക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസിൽ നോക്കി വെക്കുക, ക്വസ്റ്റ്യൻസിന്റെ മാറ്റത്തോടു കൂടി തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ഒരു കാര്യം കൂടി മറക്കരുത്, 60 ഡേയ്സിന്റെ ഡ്രൈവർ ബാച്ച് ആണ് വരുന്നത്. വളരെ ഇന്റൻസീവ് ആയിട്ട് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ നമുക്ക് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സും അതുപോലെ തന്നെ ടെക്നിക്കൽ സപ്പോർട്ടും മെന്ററിന്റെ സപ്പോർട്ടും തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ജോയിൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒന്നുകൂടി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.